ഹായ് ഓൾ, എല്ലാവർക്കും ഈദ് മുബാറക്. ഇവിടെ എല്ലാവരും ഈദിൻ്റെ ഹോളിഡേയ്സിന് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് എബ്രോഡ് പോകുന്നു, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഞങ്ങളിങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്രയും കാലമായിട്ട് UAE നിന്നിട്ട് നമ്മൾ ഇതുവരെ ഒരു വാദി കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ വാദികളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തേക്കാന്ന്. വ്ളോഗ്സ് ആണെങ്കിൽ ചറപറ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വ്ളോഗ്സൊക്കെ നോക്കി. അതിൽ വാദി ദിഫ്തയിലേക്കാണ് നമ്മുടെ ഈ യാത്ര. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെ ഉണ്ട്, അനിച്ചേച്ചി റിജോഷേട്ടൻ. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഞങ്ങളിത് വാദി ദിഫ്തയിൽ എത്തിയിട്ടുണ്ട്. ഈ കുന്നുകളുടെ ഇടയിലൂടെ ആട്ടോ ഈ വാദി ഒഴുകുന്നത്. പക്ഷേ ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് ഫുൾ ഫാം ഹൗസസ് ആണ്. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഫുഡ് വാങ്ങി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷെയ്ഡിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാദി ദിഫ്തയിലാണ്. ഓക്കെ, ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലിയാണ് അനിച്ചേച്ചി, റയൻ, ശില്പ. ഹായ്, എൻ്റെ 2 കുട്ടികൾ. ഓക്കെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് വെള്ളം പോണേ. ഇത് നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാനുള്ള സ്ഥലം കേട്ടോ. അതെ, കുറച്ച് പേര് ഞങ്ങൾക്ക് മുന്നേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്നതെല്ലാം കണ്ടോ, ഇത് ഫുള്ളൊരു ഫാം ഹൗസാണ്. തീരെ വെയിലില്ല കേട്ടോ, നല്ല സ്ഥലം വന്നിരിക്കാനായിട്ട്. ഇതേ അറ്റത്തൊക്കെ ഇതിനടുത്ത് പരിസരത്തായിട്ട് വേറെയും കുറേ വാദികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാദി ദിഫ്ത ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വ്ളോഗ് ഇടുന്നത്. നിങ്ങൾക്ക് പെരുന്നാൾക്ക് പോകാമല്ലോ. ഒരു വ്ളോഗിൽ കണ്ടപ്പോൾ ഞാൻ ഈ സ്ഥലത്തൊക്കെ വെള്ളം കണ്ടിരുന്നേ മഴ പെയ്ത സമയത്ത്. ഹലോ, നമുക്കിവിടെ സ്റ്റെപ്പ് കുറച്ച് റിസ്ക് ആണ്, എന്നാലും ഇതല്ല, ഇതിലപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ്. ശരിക്കും നമ്മുടെ നാട്ടിലെ തെങ്ങിൻ തോപ്പിലൊക്കെ എത്തിയ പോലെയുണ്ട്. ഓൺലി ഡിഫറൻസ് തെങ്ങിന് പകരം ഇവിടെ പണിയാണ്. ഇത് കിണറാണോ? അല്ല. ഓക്കെ. ഓ, ഇങ്ങനെ കനാലിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട് കണ്ടോ. അടിപൊളി. യെസ്, എൻ്റെ അമ്മോ, അതന്നെ പറഞ്ഞു കഴിഞ്ഞാൽ UAEയിലുള്ള എല്ലാവർക്കും ഇപ്പോൾ മോൾസൊക്കെ മടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോലെ നാച്ചുറൽ ബ്യൂട്ടീൻ്റെ ഇഷ്യൂ നടക്കുന്നവരാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ അബുദാബിയിൽ നിന്ന് വെള്ളം കാണാൻ വേണ്ടി വന്ന കുറേ പേരെ കണ്ടു. അവരും വെള്ളത്തിനായി ദാഹിച്ചിരിക്കുകയാണ്. ഞങ്ങളിത് ഈ ഫാം ഹൗസ് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. കഴിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. ഇതാന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അടിപൊളി. നാരക കേട്ടോ, നാരക ഒരെണ്ണം കാണിച്ചു തരൂ ശില്പ. അതെ താഴെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ആയി വരുന്നേ ഉള്ളൂ എല്ലാം. വാഴ നിൽക്കണു. ഇവിടെ പപ്പായൊക്കെ മുന്നേ ഏതൊരു വ്ളോഗിൽ ഞാൻ കണ്ട പോലെ ഓർമ്മയുണ്ട്. പക്ഷെ പപ്പായ ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ആരോ ഉപേക്ഷിച്ചു പോയ ട്രങ്ക് വെട്ടി. രാജൻ വരെ സോനെ പുത്തർ ഇൻഡയറക്ട്ലി എങ്ങനെ പറഞ്ഞാൽ ഫോൺ കഴിക്കുന്നത്. സ്വന്തം കയ്യാലുണ്ടാക്കിയ ബിരിയാണി അല്ല ശില്പ? കാസറോളിട്ട് കൊണ്ടുവരായിരുന്നു അല്ല റാപ്പലൂട്ടാ. ഇവിടെ ഇപ്പൊ 3:30 ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ട് കഴിക്കാൻ നിൽക്കാണ്. മടിച്ചു നിൽക്കാതെ വേഗം ചെയ്ത് വിളമ്പു. ഇതെല്ലാം അനുചേച്ചിയുടെ ടെറിട്ടറിയാണ്. അല്ല, ആൾക്കാർ ഉഷാറാവാതെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. അയ്യോടാ, അങ്ങനെയൊന്നുമില്ല, വന്നെടുക്കണമെന്ന്. ഞങ്ങൾ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നു. എല്ലാവർക്കും ഒരു ആനനെ പിടിച്ചതിനുള്ള വിശപ്പുണ്ടായിരുന്നു. കാരണം 3:30 ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ. നല്ല വെയിലായിരിക്കും കരുതിയിട്ടാട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയത്. എന്തായാലും നിങ്ങൾ വരുമ്പോൾ നേരത്തെ തന്നെ വന്നോളൂ. കാരണം ഇവിടെ അടുത്തൊരു അരമണിക്കൂർ ഡ്രൈവിലൊക്കെ വേറെ വാദികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലബ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. നാട്ടിൽ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പലതും ഇവിടെ തിരിച്ചു കിട്ടിയ പോലെയാണ് ഈ വാദികളൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. ഉള്ളി ഇതേ ഇവിടെയൊക്കെ ഉള്ളിയാ. അപ്പൊ നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോയായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ മഴ പെയ്തിരുന്ന സമയത്തെ. എന്റെ മോൻ കഷ്ടപ്പെട്ട് പിടിച്ച സാധനം കണ്ടോ. അതേ പൊന്നാമ. മഴയോരം കണ്ട്
കമോൺ. അവിടെ പോയി ഇനിയും ഡീപ്പാട്ടോ. വാ വാ വാ. അടിപൊളി. റയൻ എന്റെ അമ്മ, ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിരുന്ന? ശ്രീ ജോഷേട്ടൻ ഇറങ്ങിയ താഴത്തോട്ട്. ഓ, അനുചേച്ചിയുടെ മൊത്തത്തെ സന്തോഷം നോക്ക്. കുഞ്ഞു പിള്ളേർക്ക് വെള്ളം കിട്ടിയ പോലെ. ഏയ്, ഞങ്ങൾക്ക് ഇറങ്ങണം. ഇനി ഫുൾ ബ്ലോഗ് ഞാൻ തന്നെ ചെയ്യണോ? കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ഞാനാണ് ആദ്യം വെള്ളത്തിലിറങ്ങിയത്. ഞാൻ പൊക്കി. ചേച്ചി വേഗം, ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. റായൻ അനു ചേച്ചി, ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയൂ. പറ പറ പറ, എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വിൽ യു റേറ്റ്? അഡ്വഞ്ചറസ് ആൻഡ് മസ്റ്റ് വിസിറ്റ്. അത് തന്നെ. 10-ൽ എത്ര റേറ്റ് ചെയ്യും? ഓ, എനിക്ക് വയ്യ. ആ മുഖം കാണിച്ച്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. 8.5 റേറ്റ്. ഞങ്ങളിവിടെ വെച്ചൊരു മലയാളി ഫാമിലിനെ കണ്ടിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് അൽ റബി എന്ന് പറഞ്ഞൊരു ഹൈക്കിംഗ് ട്രെയിൽ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. ഞങ്ങൾ ഇന്നലെ പിന്നെ അൽ ഷൗക്ക എന്ന് പറഞ്ഞൊരു വാദി പോയിരുന്നു. പക്ഷേ ലേറ്റായി പോയി എത്തിയപ്പം. അതും കൊള്ളാട്ടോ. അപ്പോൾ ഇങ്ങനെ വാദികളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ അന്വേഷണത്തിൽ നിങ്ങളും കൂടെ കൂടിക്കോ. എന്തായാലും വല്ലപ്പോഴൊക്കെ പോകാനുള്ള ഇങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ശരി, ബൈ.